ഹായ്, നമ്മളിന്നൊരു എണ്ണ കാച്ചാൻ പോവുകയാണേ. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെയായി എടുത്ത് വച്ചേക്കുന്നത്. അപ്പം ഞാനത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നതെന്നുള്ളത്. അപ്പം ഇത് ഇച്ചിരി കരിഞ്ജീരകം, ഇച്ചിരി കുരുമുളക്, പിന്നെ ഒരു കഷ്ണം ചെറിയ ഉള്ളി നല്ല തണുപ്പാണ്, അപ്പോൾ ഒത്തിരി വേണ്ട. എനിക്ക് ഉള്ളിയുടെ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുന്നുള്ള ഒരു മണമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സാധനം ചെമ്പരത്തിപ്പൂ ഒരു 3 എണ്ണം എടുത്തു. ഞാൻ അത് ഇതളായിട്ടെടുത്ത് മിക്സിയുടെ ജാറിലിട്ടു. ഒരു കൈപ്പിടി അളവിന് പനിക്കൂർക്കയില എടുത്തു. അതേ കൈപ്പിടി അളവിന് കറിവേപ്പില, പിന്നെ തുളസിയില ഒരു ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. തുളസിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുന്നത്, ദൂഷ്യമുള്ള സാധനം ഈ എടുത്തേക്കുന്ന ഒന്നും അത് ദൂഷ്യമുള്ളതല്ല. അപ്പോൾ തുളസിയില ഞാനൊരു ഇച്ചിരി കൂടുതലെടുത്തു, കൃഷ്ണ തുളസി. അപ്പോൾ ഈ ഇലകളെല്ലാം തണ്ടേന്നൊക്കെ ഒന്ന് എടുത്ത് നല്ല വൃത്തിയായിട്ട് നോക്കി മിക്സിക്കകത്ത് ഞാൻ ഇടുക അരയ്ക്കാൻ വേണ്ടിയിട്ട്. പുഴുവൊന്നുമില്ല, ഞാൻ എടുത്തപ്പോൾ എല്ലാം നോക്കിയിട്ട്. പിന്നെ തെറ്റിപ്പൂ നമ്മുടെ നാടൻ തെറ്റിയില്ലായിരുന്നു, പക്ഷെ എന്നാലൊരു സങ്കരയിനം നാടനുണ്ട്, അതാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞാനിത് അരയ്ക്കാനായിട്ട് ഒഴിക്കുന്നത്, ഒരു 1/4 ഗ്ലാസ് വെള്ളം. അപ്പം കുരുമുളകും കരിഞ്ജീരകവും പൊടിച്ചു. ഞാൻ ആ ഉള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ അരച്ചിട്ടുണ്ട്, നല്ല മഷി പോലെ. അത്രയും വെള്ളമേ ഒഴിക്കാവൂ. ഞാൻ എന്നിട്ട് ഇത് പിഴിഞ്ഞെടുക്കുന്നില്ല, അരച്ചത് അതുപോലെ ചീനിച്ചട്ടിക്കകത്തോട്ട് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് 1/2 കിലോ വെളിച്ചെണ്ണ. ഇപ്പോൾ 1/2 കിലോ വെളിച്ചെണ്ണയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കൃത്യ അളവൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നെ നമ്മുടെ ഒരു യുക്തി ഉണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ അങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്കൂൾ തുറന്നൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു, ഇവന്മാർക്ക് ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങ് പനി ആബ്സെൻറ്റും ആയിരിക്കുമെന്ന്. അപ്പോഴെന്നോട് പറഞ്ഞാൽ കരിഞ്ജീരകവും കുരുമുളകും ഒക്കെ ഇട്ട് ഇച്ചിരി എണ്ണ കാച്ചി നീ തേച്ച് കൊടുക്കുക, അപ്പം വലിയ പനിയൊന്നും അങ്ങോട്ട് വരത്തില്ല എന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് കരിഞ്ജീരകവും കുരുമുളകും ഒക്കെ ഇട്ട് എണ്ണ കാച്ചി അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. നമ്മൾ സാധാരണ എണ്ണ കാച്ചുമ്പം ചെമ്പരത്തിപ്പൂവും 2-3 കയ്യോന്നി മാത്രമേ ഇടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ കയ്യോന്നി ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് മുടി വളർത്താനുള്ള ഇതല്ലല്ലോ, ആൺപിള്ളേരാ 2 പേരും, അപ്പോൾ പിന്നെ മുടി ഉണ്ട്. പിന്നെ കയ്യോന്നി തന്നെയല്ല, മഴയായതുകൊണ്ട് കയ്യോന്നി ഇട്ട് നോക്കാൻ ഇറങ്ങാനും പറ്റിയില്ല. പിന്നെ തുളസിയിലയും ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത്, ഈ എണ്ണ മൂത്തതിൻ്റെ അളവ് ഈ ഇട്ട ഉള്ളി നല്ലതായിട്ട് മൊരിയുമ്പം എനിക്കറിയാം എണ്ണ മൂത്തുന്നു കണ്ടോ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ എണ്ണ വാങ്ങി വെച്ചിരുന്നു, അത് തണുത്തു, ഞാനൊരു കുപ്പിക്കകത്തോട്ട് മാറ്റുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എണ്ണ കാച്ചുന്നതായിരുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു. കണ്ടോ, നമ്മുടെ എണ്ണ നല്ലതായിട്ട് തണുത്തു, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ.